വിമർശിച്ചോളൂ, പക്ഷേ അപകീർത്തിപ്പെടുത്തരുത് ഇനി കോടതിയിൽ എന്നാണ് പുള്ളിക്കാരി ഒരു തമ്പനയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് കേൾക്കണ്ടേ. ഏകദേശം ഇപ്പൊ നാളെ സൺഡേ അല്ലേ, വിഷമിക്കണ്ട, ആർക്കൊരു വിഷമോ ഇല്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പോരട്ടെ, ഞങ്ങളിപ്പോൾ എനിക്ക് ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. അപ്പൊ ചിലരൊക്കെ പറയുന്ന പോലെ സിമ്പതിക്ക് വേണ്ടി ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുന്നു. ഇഷ്ടപ്പെടുന്നവർ പറയുന്ന പോലെ ഇന്ന് ഡോക്ടർ ചെല്ലേണ്ട ദിവസമാണ്, അങ്ങനെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്കാണ് നമ്മള് സൈബർ സെല്ലിൽ പോകണം, ഒരു വക്കീലിനെ കാണണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അതായത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവാണ് എന്ന് കരുതിയ പോലെ അവരെഴുതി മനുഷ്യനെ വ്യക്തിഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരില് വളരെ മോശമായി സംസാരിക്കുക, വളരെ വളരെ മോശമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ സഹിച്ചു. വോട്ട് കമന്റ് കിടക്കട്ടെ, വിട്ട് 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 സഹികെട്ട് നിൽക്കുന്ന ഒരു സമയം വന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് രണ്ട് പേര് സ്ഥിരമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാമല്ലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനും, എന്നിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കത്തില്ല, പല വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിലെ ആൾക്കാര് ചുമ്മാ കൂട്ടം കൂടിയിരുന്ന് നെഗറ്റീവ് കമന്റ് ഇട്ട് രസിക്കുന്നു. എടി, നീ ഇന്ന് ഇന്ന ആൾക്ക് നെഗറ്റീവ് കമന്റ് ഇട്, എന്നിട്ട് അതൊന്ന് എനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഇന്ന ആൾക്കൂടെ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെ ഇത്ര സമയം കിട്ടുമോ, അല്ലെ ഡ്യൂട്ടി ആയിരിക്കും. തിങ്കളാഴ്ച ഞാൻ ദീപ്തിക്ക് കമന്റ് ഇടാം, ബുധനാഴ്ച നീ ഇന്ന ആൾക്കിട്, എന്നിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ അറിയിപ്പിക്കാം. ഒരുപാട് കാലം ഞങ്ങൾ കാത്തിരുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നോട്ട് അവരിട്ട കമന്റുകൾ കാണാൻ പറ്റും. ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ കുറേ ലാഗടിപ്പിച്ചിട്ട് നമ്മളെ അങ്ങ് ഇല്ലാതാക്കുന്നൊരു തരം പ്രവണതയാണ്. മാലിനി ചേച്ചി പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികൾ, ഒരാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാള് ബാംഗ്ലൂർ, രണ്ടുപേരും MBBS പഠിക്കുന്നവരാണ്. ഒരേ സമയം ഇത് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ ഏതോ ഒരു സ്വന്തം ബന്ധത്തിലുള്ള രണ്ട് പിള്ളേർക്കുടെ കാര്യമാണ് ഈ പറയുന്നത്. പഠിക്കാൻ കാശില്ലാണ്ടായപ്പോൾ അവരെ ആരോ സഹായിച്ചു. അതായത് ഈ ഒരേ സമയം മെസ് ഫീസ് ഇല്ല, പിന്നെ അല്ലാത്ത ഫീസ് ഇല്ല, ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും അടയ്ക്കാൻ പറ്റാണ്ട് 1 വർഷത്തോളം അടയ്ക്കാതെ അതുവരെ നിർത്തിയിട്ടും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്കൊന്നും വരുന്നു. ശാലിനി ചേച്ചി പേപ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പം പിന്നെ ഈ സീതത്തോടിൻ്റെ മണിമുത്ത് നന്മമരം പറയുന്നത് രണ്ടുപേരെയും ഭയങ്കര ഒരു വലിയൊരു എമൗണ്ടായിരുന്നു വന്നിരുന്നത് രണ്ടുപേർക്കും. അപ്പോൾ സഹായിക്കാമെന്ന് ഏറ്റു. അപ്പോൾ ഈ പിള്ളേരെ സഹായിക്കാമെന്ന് ഏറ്റത് ഇവളുടെ കയ്യിൽ കാശുണ്ടായിട്ടൊന്നും അല്ല എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നമ്മളൊരു ആളെ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ കൂടെ സഹായം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്ന് പറയുകയാണ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മൾ ഒരാളെ സഹായിക്കാമെന്ന് നിൽക്കുന്നു മീൻസ് ഇവർ കഴിഞ്ഞ ദിവസം ഈ വിവാദം വരുന്നതിന് മുമ്പ്, ഏറ്റവും ലാസ്റ്റത്തെ വിവാദം വരുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റത്തെ വിവാദത്തിന് ശേഷം ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് കിടക്കുന്ന ഒരു അമ്മ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും ഈ സ്ത്രീ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഫണ്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളൊരാളെ സഹായിക്കാം, അവർക്കിടെ അവസ്ഥ കാണിച്ചിട്ട് ഞാൻ ഇവരെന്താ സഹായിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഉറക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കയ്യിലുള്ള പണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം എന്നറിയാതെ അതിനുള്ളൊരു വകുപ്പില്ലാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്, കുറച്ച് പുതുപ്പണക്കാരുകളുണ്ട്. ഈ പറയുന്ന ആളൊരു നന്മമരമാണല്ലോ, അപ്പോൾ ഇവരിലൂടെ നമുക്ക് അവരെ സഹായിക്കാം. അപ്പോൾ ഇവരും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് ഈ ഒരു സഹായത്തിൻ്റെ ഇഷ്ടം പോലെ പേര് ഇത്തരത്തിലുള്ള
ചാരിറ്റി എന്നാണ് പറയുക. ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മൾ മുഖാന്തരം ഇടനില നിന്നിട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ പോയിട്ട് സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറയുന്ന വല്ല വിദേശത്തോ അമേരിക്കയിലൊക്കെ ഇരുന്നു കൊണ്ടുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങളും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ നേരെ ഈ വ്ളോഗറെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇവർക്ക് ഇവരുടെ പേരിലാണ് പിന്നെ ഫണ്ട് ട്രാൻസ്ലേഷനൊക്കെ നടക്കുന്നത്. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ സഹായം വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഇന്നാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പം വേറെ ആൾക്കാരും കൂടി ഈ വ്ളോഗറെ കോണ്ടാക്ട് ചെയ്യും. പല തുള്ളി പെരുവെള്ളം എന്നല്ലേ, അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കുട്ടികളുടെ ഫീസ് ഒരാളുടെ ഫീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഭാഗ്യം പോലെ രണ്ടുപേരുടെയും ഫീസ് ആ കോണ്ടാക്ട് ചെയ്ത വിദേശത്തുള്ള സ്ത്രീ അടച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെയാണ് നന്മ മരങ്ങൾക്ക് ഫണ്ട് വരുന്നത്. അവർക്ക് ആ ഒരു ഫീല് വേണ്ട, അല്ലെ പിള്ളേരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണോ നിങ്ങൾ പറയുന്നത് ഞാൻ വിദേശത്തു നിന്ന് ഫണ്ട് അങ്ങ് വാരി കൂട്ടി എന്നുള്ളത്? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല പലതരത്തിലുള്ള ഫണ്ടിങ് സാധനങ്ങളായാലും വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പേരാണ് സോളി ചന്ദ്രൻ. പേര് പോലെ തന്നെ ഭയങ്കര സൊള്ളലാണ്. പിന്നെ പറഞ്ഞാല് സൊള്ളിച്ചന്ദ്രൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നെന്ന് പറഞ്ഞാല് നീ മറ്റേ റാണിയൊക്കെ എന്നെ തേടി പോകുന്നൊക്കെ പറഞ്ഞു, നീ പോയില്ല. അതായത് ഇവിടെ ഉള്ള ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒരാൾ പോലും നെഗറ്റീവ് ഒരു കമന്റ് വരുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇഷ്ടമല്ല. അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പം എന്ത് നല്ല കാര്യം ചെയ്താലും, ഏത് നല്ല വ്യക്തി ചെയ്താലും രണ്ട് തരത്തിൽ പറയുന്ന ആളുകളില്ലേ. പിന്നെ ഇവർ മദർ തെരേസയുടെ കൊച്ചുമോളൊന്നും അല്ലല്ലോ. ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കിപ്പോൾ പണ്ട് മുതലേ ഇവരെ നിരീക്ഷിച്ച ആളുകൾക്കറിയാം. ഇവർ പണ്ട് എന്താണ് പറഞ്ഞത്, ഇപ്പം എന്താണ് പറഞ്ഞത് എന്ന് അതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് ആളുകൾ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇപ്പം പറയുന്നതും ഇപ്പോഴത്തെ പ്രവൃത്തിയും പണ്ട് പറഞ്ഞതുമായിട്ട് യാതൊരുവിധ പുലബന്ധം പോലും ഇല്ല എന്നുള്ളൊരു കാര്യം ഇടയ്ക്ക് മാത്രം അവരെ വാച്ച് ചെയ്യുന്ന എനിക്ക് വരെ മനസ്സിലാവുന്നുണ്ട്. ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടെ പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സിനെ ഒന്നട്ടങ്കം വിമർശിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇപ്പം മലമറിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പോവും വരും, തപ്പും, കേസാക്കും, അങ്ങനെ ഇങ്ങനെയെന്ന്. ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ മറ്റേ ഇടയ്ക്കൊരു ഗ്യാപ്പിൽ നമ്മൾക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയം സത്യം പറഞ്ഞ സംസാരം ഒരു ഭയങ്കര ലാഗടിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ്. ഭയങ്കര വലിച്ചു നീട്ടലാണ്. അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങളെല്ലാം ആയി, ആളുകളെല്ലാം കണ്ടവരെ, അവരെ മനസ്സിലാക്കി, അവരുടെ സ്വഭാവം എന്താ കണ്ടപ്പോഴേക്കും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു കമന്റിന്റെ പുറകെ പോകേണ്ട എന്ത് കാര്യം ഉണ്ടായിട്ടായിരുന്നു ഇതുപോലെ ഇട്ട് കൊടുത്തത്? എല്ലാവരെയും ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ നിഷ്കളങ്കയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഈ സീതത്തോടിൻ്റെ ഈ പറയുന്ന വ്ളോഗർ എന്നാണ് എനിക്ക് തോന്നുന്നത്.